ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെക്കാമേ. അതിലേക്ക് ഒരു 2-3 ബീൻസും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം. ഒരു മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചീര ചേർക്കുന്നുണ്ട്, മൈസൂർ ചീരയാണ്. പിന്നെ ഒരു പിടി തേങ്ങാപ്പീരയും അല്പം കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഞാൻ എടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം മതി. ഇത്രയും മാത്രം മതി. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല ചീരയിലയോ മുരിങ്ങയുടെ ഇലയോ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കഴിക്കാത്ത കുട്ടികൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാൽ മാത്രം മതി. അവരറിയൊന്നുമില്ല, ഒരു ടേസ്റ്റ് വ്യത്യാസം കാണില്ല. ഇതാണ് നമ്മളുടെ ഐറ്റം കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. എന്താണെന്ന് മനസ്സിലായോ? ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാമേ. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സേമിയാണ് കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവാണ് കേട്ടോ. അപ്പം സേമിയ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്കിനി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് റോസ്റ്റായി പോകണ്ട, എണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല, അല്ലാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ റോസ്റ്റ് ചെയ്ത് പാൻ ചൂടാകുമ്പോൾ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് വാങ്ങി ഒരു പ്ലേറ്റിലേക്ക് നിരത്തി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഈ ഒരു പരുവം ആകുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങിയെടുക്കാം കേട്ടോ. വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് വറുത്ത് പോരാം. ആദ്യം കിസ്മിസ് ഇടുന്നുണ്ട്. അതൊന്ന് ബോൾ പോലെ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത് മാറ്റിയ ശേഷം അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് ഒന്ന് ബൈറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതും പെട്ടെന്ന് മൂത്ത് പോകാറുണ്ട് കേട്ടോ, പെട്ടെന്ന് നമ്മൾ എടുക്കണം. അതിന് ശേഷം നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പിലയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാമേ. സവാളയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുന്ന ഇവിടെ ചേർത്തിട്ടില്ല, പക്ഷേ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ക്യാരറ്റ് ഒന്നും വഴണ്ടാൻ മതി, ചെറുതായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരുപാട് വേവാനൊന്നുമില്ല. അതിന് ശേഷം നമുക്ക് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാമേ. ബീൻസും കൂടെ ചേർത്ത് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചീരയും കൂടെ ചേർത്ത് കൊടുക്കാമേ. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് നോക്കണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങാപ്പീര കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പീര ചേർത്ത് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. സേമിയ ചേർത്ത് അപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് ആണ് ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. നമ്മൾ നന്നായിട്ട് അടച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ഐറ്റം കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ അന്നേരം കാണിക്കാൻ മറന്നു പോയിട്ട് നമ്മുടെ ഗ്രീൻ പീസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി നോക്കണം. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, സേമിയ വെന്ത് വരാനുള്ളതാണല്ലോ, റവ പോലെയല്ല, കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി അടുക്കി പിടിക്കാതെ ഒന്ന് എടുത്തു കൊടുത്താൽ മാത്രം മതി. ഇപ്പം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട്, അത് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും ഇന്ന് സെറ്റ് ആയിക്കോളും കേട്ടോ. അതിനുശേഷം ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പീര കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഒന്നുകൂടെ ഒന്ന് തേങ്ങാപ്പീരയൊക്കെ, മറ്റു തേങ്ങാപ്പീര വെന്ത് പോയിട്ടുണ്ടാവുമല്ലോ, അതപ്പം ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാമെങ്കിൽ നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 5 മിനിറ്റ് എന്നിട്ട് അടച്ച് വെക്കണം കേട്ടോ. നെയ്യ് ചേർക്കേണ്ടവർക്ക് അല്പം നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സേമിയ വെച്ചിട്ടാണെന്നുണ്ട് പറയുകയില്ല, നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ആയാൽ ബ്രേക്ക്ഫാസ്റ്റ് പോകുമ്പോൾ ഓക്കെ ആയിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.